ആൻസ് വേൾഡിൽ ഇന്ന് പപ്പായ തോരന്റെ റെസിപ്പിയാണ്. ഈ പപ്പായ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് 700 ഗ്രാം വരുന്ന പപ്പായ ആണ്. അതിന്റെ പകുതി മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനുശേഷം ഇത് പകുതിയായി മുറിച്ച് ഇതിലെ കുരുവൊക്കെ കളയാം. അധികം വിളഞ്ഞതല്ല ഇത്, അതുകൊണ്ടാണ് വെള്ളക്കുരുവായിട്ട് കിടക്കുന്നത്. ഇനി ഇതിൽ നാര് പോലെ കിടക്കുന്നതൊക്കെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ 8 പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് മുഴുവൻ പപ്പായയും. എന്നിട്ട് ഇതിൽ 4 പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആ 4 പീസ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ഒരു ഗ്രേറ്റർ വെച്ചിട്ട്. അപ്പൊ ഞാനിത് 4 പീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പപ്പായ വെച്ചിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലിട്ട് വെച്ച് ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി പപ്പായ തോരന്റെ അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയൊരു ഉള്ളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞളും എല്ലാം എല്ലാ സൈഡും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായിട്ട് നേരത്തെ നമ്മളിട്ട് കടുകിന്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ഇവിടെ തുറന്നു നോക്കുന്നുണ്ട്. പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അവസാനം തേങ്ങ ചേർക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഈ ഒരു തോരന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പപ്പായക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവരും.